ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ റൂറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റൂറൽ മാർക്കറ്റിംഗ് അല്ലേ, ഏറ്റവും കൂടുതൽ റൂറൽ ഏരിയാസ് ഉള്ള ഒരു കൺട്രിയാണ് ഇത് നമ്മുടെ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ദ ഹേർട്ട് ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദി വില്ലേജസ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെന്നത് ഇന്ത്യയുടെ ഹൃദയം എന്നുള്ളത് എവിടെയാണ്, കുടികൊള്ളുന്നത് എവിടെയാണ്, ഇന്ത്യൻ ഗ്രാമങ്ങളിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. 6 ലക്ഷത്തിൽ പരം ഗ്രാമങ്ങൾ, അറൗണ്ട് 6 lakh വില്ലേജസ് ആൻഡ് 597 ഡിസ്ട്രിക്റ്റ്, 597 ജില്ലകളും അടങ്ങുന്നതാണ് ഇത്. സോ വാട്ട് ആർ ദി റൂറൽ ഏരിയ? സാധാരണയായിട്ട് റൂറൽ ഏരിയ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻ ജനറൽ, എ റൂറൽ ഏരിയ ഈസ് എ ജോഗ്രഫിക് ഏരിയ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ടൗൺ ആൻഡ് സിറ്റി. ടൗണിൻ്റെയും സിറ്റീസിൻ്റെയും ഒക്കെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന, ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂറൽ ഏരിയ എന്ന് വിളിക്കുന്നത്. ആസ് പെർ ദി സെൻസസ്, എനി ഹാബിറ്റേഷൻ with a population density of less than 400 per square kilometer is known as rural area. Any market that exists in sparsely populated area with less than 10,000 people and no significant infrastructure is also known as rural market. Then we are moving to the rural marketing. What do you mean by rural marketing? Rural marketing is a process of developing, pricing, promoting and distributing rural specific goods and services, leads to desired exchange with rural customers to satisfy their needs and wants, also to achieve the organizational objectives. Rural marketing simply means marketing in the rural area. Rural marketing എന്നുള്ളതുകൊണ്ട് സിമ്പിളായിട്ട് അത് അർത്ഥമാക്കുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഇൻ ദി റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ, ഗ്രാമപ്രദേശങ്ങളിൽ വിപണനം നടത്തുക എന്നുള്ളതാണ് റൂറൽ മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൂറൽ മാർക്കറ്റിംഗ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് മാനേജസ് ഓൾ ദ ആക്ടിവിറ്റീസ്. റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഒരു ഫംഗ്ഷനാണ്. അത് എന്തിനേക്കെല്ലാം മാനേജ് ചെയ്യുന്നു? ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ അസസിങ്, സ്റ്റിമുലേറ്റിംഗ് ആൻഡ് കൺവേർട്ടിംഗ് ദി പർച്ചേസിംഗ് പവർ ഓഫ് റൂറൽ കൺസ്യൂമേഴ്സ് ഇൻ ടു എഫക്റ്റീവ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് and moving those goods and services to the rural people and create satisfaction and better standard of living and thereby achieving organizational goals. റൂറൽ മാർക്കറ്റിംഗിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? റൂറൽ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവറിനെ അസസ് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. എന്തായിട്ട്? ഒരു എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നു ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, ആൻഡ് മൂവിങ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ദി റൂറൽ പീപ്പിൾ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ റൂറൽ പീപ്പിളിന് എന്ത് ചെയ്യുന്നു? ഈ സാധനങ്ങളും സേവനങ്ങളും കൊടുക്കുന്നു. ആൻഡ് ക്രിയേറ്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. മാത്രമല്ല അവിടെ സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിനും സഹായിക്കുന്നു. ആൻഡ് ദെർബൈ അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഗോൾ. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സോ റൂറൽ മാർക്കറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു? റൂറൽ പീപ്പിളിൻ്റെ പർച്ചേസിംഗ് പവറിനെ എന്ത് ചെയ്യുന്നു? ആക്സസ് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതൊരു ഡിമാൻഡിലേക്ക് മാറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഉൽപ്പന്നത്തെ, ഗുഡ്സ് ആൻഡ് സർവീസിനെ റൂറൽ പീപ്പിൾസിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫാക്ഷൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും, ഗ്രാമീണ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൽ നിന്നും. അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യുന്നു, ജീവിത നിലവാരം ഉയർത്തുന്നു. മാത്രമല്ല അച്ചീവിങ് ദി ഓർഗനൈസേഷണൽ ഗോൾ, സ്ഥാപനത്തിൻ്റെ, ഓർഗനൈസേഷൻ്റെ എന്ത് ചെയ്യുന്നു? ഗോള്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കുന്നു. റൂറൽ മാർക്കറ്റിംഗ് ഇസ് എ ടു-വേ മാർക്കറ്റിംഗ് പ്രോസസ്സ്. ടു-വേ മാർക്കറ്റിംഗ് പ്രോസസ്സാണ് റൂറൽ മാർക്കറ്റിങ്ങിൽ വരുന്നത്. പ്രധാനമായിട്ട് ടു-വേ മാർക്കറ്റിംഗ് പ്രോസസ്സാണ്. ഒന്ന്, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫ്രം റൂറൽ ടു അർബൺ ഏരിയ. ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നും പട്ടണങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ഫ്ലോ, അതാണ് ഒന്നാമത്തെ മാർഗം. Flow of goods and services from the rural area to the urban area.
റൂറൽ ഏരിയയിൽ നിന്നും അർബൺ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫ്ലോ. അത് റൂറൽ മാർക്കറ്റിംഗിന് എക്സാമ്പിളാണ്. ആൻഡ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം അർബൺ ടു റൂറൽ ഏരിയാസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഫ്ലോ, കൈമാറ്റം എവിടുന്ന്, അർബൺ ഏരിയ ടു റൂറൽ ഏരിയ, അർബൺ ഏരിയയിൽ നിന്നും റൂറൽ ഏരിയയിലേക്ക്, പട്ടണ പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമീണ പ്രദേശങ്ങളിലേക്ക്. ആൻഡ് ഓൾസോ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദി റൂറൽ ഏരിയ. ഒരു ഗ്രാമീണ പ്രദേശത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു, സാധനങ്ങളും സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ 3 തരത്തിലെ പ്രധാനമായിട്ടും 2 തരത്തിൽ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള 2 മാർഗങ്ങളിലൂടെയാണ് ഇത് പറയുന്നത്. ഒന്ന്, ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നും അർബൺ ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റം. അതെന്താണ്, റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു, പട്ടണ പ്രദേശങ്ങളിൽ നിന്നും ഗ്രാമത്തിലേക്ക് എന്ത് ചെയ്യുന്നു, സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ കൈമാറ്റം. അതുപോലെ തന്നെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു ഗ്രാമീണ പ്രദേശത്തിനുള്ളിലുള്ള കൈമാറ്റം. ഇതൊക്കെ റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്നുള്ള ഓർത്തു വെക്കുക. Then we are moving to the nature or salient features of rural market in India. ഇന്ത്യയിലെ റൂറൽ മാർക്കറ്റുകൾക്കുള്ള പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ട്രഡീഷണൽ ഔട്ട്ലുക്കാണ്. ഒന്നാമതായിട്ട് പറഞ്ഞാൽ ട്രഡീഷണൽ, പാരമ്പര്യപരമായിട്ടുള്ള ഒരു രീതിയിലാണ് അവരുടെ ലൈഫ്, കാര്യങ്ങളെല്ലാം തന്നെ. ലൈഫ് ഇൻ റൂറൽ ഏരിയ ഈസ് സ്റ്റിൽ ഗവേൺഡ് ബൈ ദി ഓൾഡ് കസ്റ്റം. ചില കസ്റ്റംസ്, ചില ആചാരങ്ങൾ, ചില സംസ്കാരങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവരുടെ ജീവിതം. അത് റൂറൽ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൻഡ് അനദർ വൺ, റൈസിങ് ദി ലിറ്ററസി ലെവൽ. ലിറ്ററസി ലെവൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആളുകൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, നല്ല എന്ത് ചെയ്യുന്നു, സാക്ഷരത നേടിയെടുക്കുന്നു എന്നുള്ളത്. ആൻഡ് ഡൈവേഴ്സ് സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. വ്യത്യസ്തമായിട്ടുള്ള, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടാണ് റൂറൽ മാർക്കറ്റിലുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക ചുറ്റുപാടിലുള്ള ആളുകളാണ് റൂറൽ മാർക്കറ്റിലുള്ളത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ ചില പ്രശ്നങ്ങൾ. അത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ലാത്ത സ്ഥലമാണിത്. ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് നീഡ്സ് ദ സപ്പോർട്ട് ഓഫ് ട്രാൻസ്പോർട്ട്, വെയർഹൗസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് പോലെയുള്ള സംവിധാനങ്ങൾ മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ആവശ്യമാണ്. എന്നാൽ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും അത്തരത്തിലുള്ള ഈവൻ പോസ്റ്റൽ സർവീസ് വരെ ഇല്ലാത്ത വില്ലേജുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ദെൻ അട്രാക്റ്റീവ്നെസ് ഓഫ് ദി റൂറൽ മാർക്കറ്റ്. Rural market have to become the new target to corporate enterprise for mainly 2 reasons. റൂറൽ മാർക്കറ്റുകൾ കോർപ്പറേറ്റ് എൻ്റർപ്രൈസുകൾക്കുള്ള പുതിയ ടാർഗറ്റ് മാർക്കറ്റുകളായി മാറുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അർബൺ മാർക്കറ്റ് ഹാസ് ബിക്കം കൺജസ്റ്റഡ് വിത്ത് ടു മെനി കോമ്പറ്റീറ്റേഴ്സ്. അർബൺ മാർക്കറ്റിൽ, പട്ടണങ്ങളിലുള്ള കമ്പോളത്തിൽ എന്ത് ചെയ്യുന്നു, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, കൺജസ്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ എന്ത് ചെയ്യുന്നു, ഈ കമ്പനീസ്, കോർപ്പറേറ്റ് എൻ്റർപ്രൈസുകൾ എന്ത് ചെയ്യുന്നു, റൂറൽ ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. Then the market have reached a near saturation point. ഈ മാർക്കറ്റിന് എന്ത് ചെയ്യുന്നു, നിയർ സാച്ചുറേഷൻ പോയിന്റ് റീച്ച് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരു ഇതാണ് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രോയിങ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻ റൂറൽ ഏരിയയിലെ ജനസംഖ്യ, അല്ലേ, റൂറൽ ഏരിയയിലുള്ള ജനസംഖ്യാ നിരക്കിലെ വളർച്ച, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതെന്ത് ചെയ്യുന്നു, കോർപ്പറേറ്റ് എൻ്റർപ്രൈസുകളെ എന്ത് ചെയ്യുന്നു, റൂറൽ മാർക്കറ്റിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അതുപോലെ ഇൻക്രീസിങ് ലിറ്ററസി റേറ്റ്, സാക്ഷരതാ നിരക്കിലുള്ള വർധന എന്ത് ചെയ്യുന്നു, റൂറൽ മാർക്കറ്റുകളിലേക്ക് കമ്പനികളെ അട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ റൈസിങ് പ്രോസ്പെരിറ്റി ഡ്യൂ ടു ദ ഇൻകം ഓഫ് റൂറൽ പീപ്പിൾ ഈസ് ഇൻക്രീസിങ്. റൂറൽ പീപ്പിളിൻ്റെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ബിക്കോസ് ഓഫ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്മോൾ സ്കെയിൽ ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻ ദി റൂറൽ ഏരിയാസ്, regular remittance from abroad of people from rural and semi-urban areas who have taken up job in the Middle East and other countries. There are so many developments in the rural market or rural area.
വിവിധ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച മൂലം, ആശയവിനിമയ സൗകര്യങ്ങളുടെ വളർച്ച മൂലം, അതുപോലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ വളർച്ച മൂലം എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ ഏരിയയിൽ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി ഉണ്ടാകുന്നുണ്ട്. സോ എന്ത് ചെയ്യുന്നു, പ്രോസ്പെരിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്, ആളുകൾ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിൽ അവരെ ഇൻകം വർദ്ധിക്കുന്നു, അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരുപാട് അവരുടെ നീഡ്സും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഗ്രോത്ത് ഇൻ കൺസംഷൻ, ഉപയോഗത്തിൽ കൂടുതൽ സംഭവിക്കുന്നു, ഉപഭോഗം കൂടുന്നു. പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ശരിയായ രീതിയിൽ എന്തെന്ന് ഉപയോഗപ്പെടുത്തുന്നു, പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രൊഡക്റ്റുകളെ പർച്ചേസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അതുപോലെ ചേഞ്ചിങ് ഇൻ ദി ലൈഫ് സ്റ്റൈൽ ഓഫ് ദി റൂറൽ പീപ്പിൾ, റൂറൽ പീപ്പിളിൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്ത് ചെയ്യുന്നു, മാറ്റം സംഭവിക്കുന്നു. റൂറൽ പീപ്പിളിൻ്റെ ലൈഫ് സ്റ്റൈലിൽ, ജീവിത രീതിയിൽ, ജീവിത ശൈലിയിലൊക്കെ മാറ്റം സംഭവിക്കുന്നു. മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ഫാഷൻ ഡ്രസ്സസ്, അതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആളുകൾ സ്വീകരിക്കുന്നു, റൂറൽ പീപ്പിൾ ആക്സെപ്റ്റ് ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ ഹൈ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ് മറ്റൊരു ഘടകമാണ്. വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, എസ്പെഷ്യലി ഹോം അപ്ലയൻസസ്, ഹെൽത്ത് ഡിവൈസസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ ഏരിയയിൽ കൂടുതൽ മാർക്കറ്റ് ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലെസ്സർ ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് മൺസൂൺ. ഇപ്പം എന്ത് ചെയ്യുന്നില്ല, ആളുകൾ അഗ്രികൾച്ചറിനെയും മൺസൂണിനെയും അത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. Increasing demand for branded product is another attractiveness in the rural market. The rural people demands for the branded product. Rural people എന്ത് ചെയ്യുന്നു, ബ്രാൻഡഡ് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളത് റൂറൽ മാർക്കറ്റിൻ്റെ ഒരു അട്രാക്റ്റീവ്നെസ് ആണ്. അതുപോലെ തന്നെ ഫേവറബിൾ ഗവൺമെൻറ് പോളിസി, ഗവൺമെൻറ്റിൻ്റെ കമ്പനികൾക്ക് അനുകൂലമായിട്ടുള്ള നയങ്ങളൊക്കെ ഇതിന് എക്സാമ്പിളാണ്. And benefits of the rural market, employment opportunities through rural marketing. So many people from the rural area have employment opportunity, and the size of the rural market is increasing, and by providing the better quality products, improving the living standard or standard of living, and through rural marketing companies contribute to the national income, and increase in farm income is also the benefit of rural marketing. There are some problems or challenges or difficulties faced in rural marketing. First of all, lack of proper communication facilities. Telephone, radio, ന്യൂസ് പേപ്പർ, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ല. മൊബൈൽ ഫോണുകൾ പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് വളരെയധികം പ്രയാസമാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ പ്രോബ്ലമാണ് അടുത്തത്. പ്രസന്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഈസ് കോസ്റ്റ്ലിയർ ബിക്കോസ് ഓഫ് ദെയർ സ്മോൾ പർച്ചേസ് റിക്വയർമെൻറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഇൻ ദി റൂറൽ ഏരിയ ദ പീപ്പിൾ പർച്ചേസ് സ്മോൾ ക്വാണ്ടിറ്റി. റൂറൽ ഏരിയയിലുള്ള ആളുകൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയെ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, വിതരണ ശൃംഖലയ്ക്ക് എന്ത് ചെയ്യുന്നു, കൂടുതൽ കോസ്റ്റ്ലിയർ ആണ്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. പിന്നെ ലോ ലിറ്ററസി ലെവൽ, സാക്ഷരതാ നിരക്ക്, വളരെ കുറഞ്ഞ സാക്ഷരതാ നിരക്ക്, അത് പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. ഇത് പറയുന്നത് എഡ്യൂക്കേഷൻ്റെ അഭാവം. അതുപോലെ ലാക്ക് ഓഫ് ആഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആവശ്യത്തിന് ഇല്ലാത്തത്, റൂറൽ ഏരിയയിലേക്കുള്ള ആവശ്യത്തിനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലാത്തത് മറ്റൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് പ്രോപ്പർ റീറ്റെയിൽ ഔട്ട്ലെറ്റ്, ശരിയായ അളവിലുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ചെറുകിട വിൽപ്പനശാലകൾ ഇല്ലാത്തതും പ്രധാനപ്പെട്ടൊരു പോരായ്മയാണ്. സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പർച്ചേസ്, റൂറൽ പീപ്പിൾ പർച്ചേസ് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്. റൂറൽ പീപ്പിൾ എന്ത് ചെയ്യും, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്ട്സ് എന്ത് ചെയ്യാറുള്ളൂ, പർച്ചേസ് ചെയ്യാറുള്ളൂ. അത് പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ്. അതുപോലെ പ്രോബ്ലംസ് ഇൻ സെഗ്മെൻറ്റേഷൻ ആൻഡ് സീസണൽ ഡിമാൻഡ്. Seasonal demand is another problem. Demand for goods depend upon the year's crops. Agriculture is the main source of income. In the rural area, people engaged in agriculture and its allied activity. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളിലുമാണ് റൂറൽ ഏരിയയിലുള്ള ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എന്ത് ചെയ്യുന്നു, അവിടെ
സ്വാഭാവികമായിട്ടും സീസണൽ ഡിമാൻഡാണ് വരിക. ഗുഡ്സിനും സർവീസിനുമൊക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? ക്രോപ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്, വിളയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്, കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. സോ എന്ത് ചെയ്യുന്നു? സോ സീസണൽ ഡിമാൻഡാണ് പ്രോഡക്റ്റുകൾക്കുള്ളത്. സോ ദാറ്റ് മേ ബി സ്റ്റേബിൾ ഫ്രം നോട്ട് സ്റ്റേബിൾ ഫ്രം ഇയർ ടു ഇയർ. അതിന് ഒരു വർഷം എല്ലാ വർഷവും സ്റ്റേബിൾ ആയിരിക്കില്ല. കാരണം മേ ബി ദ ക്രോപ്പ് ഇൻ അഗ്രികൾച്ചർ മേ ബി ലോ ഓർ ഹൈ. ഒരു പക്ഷേ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അതിനനുസരിച്ച് കൊണ്ടാണ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട പ്രോബ്ലംസ് റൂറൽ മാർക്കറ്റിങ്ങിൽ വരുന്നത്, പ്രധാനപ്പെട്ട ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യുന്നത് റൂറൽ മാർക്കറ്റിങ്ങിൽ ഫേസ് ചെയ്യുന്നത്. ദെൻ വേരിയസ് ഫാക്ടേഴ്സ് വിച്ച് ഹാവ് മെയ്ഡ് റൂറൽ മാർക്കറ്റ് വയബിൾ. ചില ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റൂറൽ മാർക്കറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏറ്റവും അനുയോജ്യമാണ് റൂറൽ മാർക്കറ്റ്സ്, ഏറ്റവും അനുയോജ്യമാണ് പ്രൊഡക്റ്റുകൾക്ക്, സർവീസുകൾക്ക് എന്ന് പറയുന്ന ചില ഘടകങ്ങളുണ്ട്. ചില ഘടകങ്ങൾ കാരണമാണ് എന്ത് ചെയ്യുന്നത്, റൂറൽ മാർക്കറ്റ് ഏറ്റവും അനുയോജ്യമായി മാറുന്നത് ബിസിനസ് സ്ഥാപനങ്ങൾക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ലാർജ് പോപ്പുലേഷൻ ഇൻ ദി റൂറൽ ഏരിയ. റൂറൽ ഏരിയയിലുള്ള ലാർജ് പോപ്പുലേഷൻ, വലിയ അളവിലുള്ള ജനസംഖ്യ ഇന്ത്യയിൽ കുടികൊള്ളുന്നത് എവിടെയാണ്? ഇത്തരത്തിലുള്ള റൂറൽ ഏരിയയിലാണ്, റൂറൽ വില്ലേജസിലാണ്. സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദി കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് to satisfy the needs and wants of the large customers. So large population is a factor affecting the rural marketing. Second one, remoteness is no longer a problem. The remoteness of a village or rural area is not a problem at the present situation. There are so many ways to enter into the rural market. Then growth in consumption. The consumption of the rural people increased, like FMCG goods, consumer goods. Rural people use or consume so many products, consumer products. So growth in consumption is another factor for the rural market viability. Then lifestyle changes of the rural people. ഗ്രാമീണ പ്രദേശങ്ങളിലെ ആളുകളുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലിൽ, അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ വാഹനത്തിൽ, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് എന്ത് ചെയ്തു, വ്യത്യാസങ്ങൾ വന്നു, മാറ്റങ്ങൾ വന്നു, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. അത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് റൂറൽ മാർക്കറ്റിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റിന്. അതുപോലെ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റ്സ് ഹയർ ദാൻ അർബൺ. അർബൺ ഏരിയയെക്കാളും എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ഗ്രോത്ത് റൂറൽ ഏരിയയിലുണ്ട് എന്നാണ് പറയുന്നത്. ബൈ പ്രൊവൈഡിങ് ദി പ്രൊഡക്ട്സ് ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസ്, കൺസ്യൂമേഴ്സ് ക്യാൻ പർച്ചേസ് ദി പ്രൊഡക്ട്സ് കൺവീനിയൻ്റ്ലി. ത്രൂ ദി സ്മോൾ ക്വാണ്ടിറ്റി പർച്ചേസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, that will increase the market growth rate in the rural area than urban area. Then rural marketing is not expensive. In the urban area, the marketing is an expensive one. But in the case of the rural area, there are so many methods or traditional ways to market the product. So, rural marketing is not expensive. Then, for a model of rural marketing, we all know about the 4 P's of marketing. On the same way, there is a 4A model of rural marketing. Rural marketingുമായി ബന്ധപ്പെട്ട് 4A മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ഏതൊക്കെയാണ് 4Aയിൽ വരുന്നത്? അഫോർഡബിലിറ്റി, അവെയർനെസ്, അവൈലബിലിറ്റി, ആക്സെപ്റ്റബിലിറ്റി. ഈ 4 ഘടകങ്ങളാണ് വരുന്നത്. 4Aസിൽ വരുന്നതാണ് അഫോർഡബിലിറ്റി, അവൈലബിലിറ്റി, അവെയർനെസ്, ആക്സെപ്റ്റബിലിറ്റി. ഇതിന് സമാനമായിട്ടുള്ള, ഇതിന് സിമിലർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സിലെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അഫോർഡബിലിറ്റി is related to the price of the product. Availability is related to the place, transportation of the product. Awareness related with the promotion or advertisement activities of the company or product. And acceptability related to the product. These are the 4 A's of rural marketing. Then first one, affordability. Challenge is to ensure affordability of the product or service. Rural people have low disposable income. Products need to be affordable to the consumers who are daily wages. Rural area
പ്രധാനമായിട്ടും കൂലീസ് ആണുള്ളത്. കൂലി പീപ്പിൾസ് അല്ലേ, ദിവസേന വേതനം വാങ്ങുന്ന, ദിവസേന വരുമാനമുള്ള ആളുകളാണ്, ചെറിയ ചെറിയ വരുമാനമുള്ള ആളുകളാണ് ആര്? റൂറൽ പീപ്പിൾ. സോ എ പ്രൊഡക്റ്റ് ദാറ്റ് മസ്റ്റ് ബി സ്യൂട്ടബിൾ ഓർ അഫോർഡബിൾ ടു ദി റൂറൽ പീപ്പിൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? റൂറൽ പീപ്പിളിന് അത് അത്രത്തോളം തന്നെ അഫോർഡബിൾ ആയിരിക്കണം, അനുയോജ്യമായിരിക്കണം, അവർക്ക് താങ്ങാവുന്നതായിരിക്കണം. അതായത് വളരെ കുറച്ച് ഇൻകം മാത്രമേ ആർക്ക് കിട്ടുന്നുള്ളൂ? റൂറൽ പീപ്പിളിന് കിട്ടുന്നുള്ളൂ. സോ ആ ഇൻകത്തിൽ അഫോർഡ് ചെയ്യുന്ന, ആ ഇൻകത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, ആ ഇൻകത്തിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്നതായ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? റൂറൽ പീപ്പിളിന് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, കൊക്കക്കോള ഇൻട്രൊഡ്യൂസ്ഡ് 200 മില്ലി ബോട്ടിൽ ഫോർ ജസ്റ്റ് ₹5. 5 രൂപയ്ക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊക്കക്കോള എന്ത് ചെയ്തിട്ടുള്ളത്? അവരുടെ ഡ്രിങ്കിങ് അല്ലേ, അവരുടെ ബെവറേജ് ബോട്ടിലിന് എന്ത് ചെയ്തിട്ടുള്ളത്? 200 മില്ലിയുടെ ബോട്ടിൽ പുറത്തിറക്കിയിട്ടുള്ളത്. ദാറ്റ്സ് വെരി സ്യൂട്ടബിൾ, ദാറ്റ് ഈസ് അഫോർഡബിൾ ടു എ റൂറൽ പീപ്പിൾ. ഒരു ഗ്രാമീണ വ്യക്തിക്ക് അല്ലേ, ഒരു ഗ്രാമത്തിലുള്ളൊരു വ്യക്തിക്ക് എന്താണ്? അഫോർഡബിൾ ആയിട്ടുള്ളൊരു വിലക്കാണ്, അനുയോജ്യമായിട്ടുള്ള, താങ്ങാവുന്ന ഒരു വിലക്കാണ് എന്ത് ചെയ്യുന്നത്? സോ ആ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ആ ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 5 രൂപയ്ക്ക് കൊക്കക്കോളയുടെ 200 മില്ലിയുടെ ഒരു ബോട്ടിൽ എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഒരു റൂറൽ പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് ബെനിഫിഷ്യലാണ്. ചീപ്പ് റേറ്റിൽ അയാൾക്ക് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഡക്റ്റ്, ഒരു ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നു എന്നുള്ളതാണ്. ദെൻ അവൈലബിലിറ്റി. ഗ്രേറ്റസ്റ്റ് പ്രോബ്ലം ഈസ് ടു റീച്ച് ദ കസ്റ്റമർ ഓർ റീറ്റെയിലർ. ചലഞ്ച് ടു റീച്ച് ഫാർ ഫ്ലങ് വില്ലേജസ്. പ്രൊഡക്ട്സ് റീച്ചസ് ദ കസ്റ്റമേഴ്സ് ലേറ്റ്. റീച്ചിങ് ദ മാർക്കറ്റ് ഷുഡ് ബി കൺസിഡേർഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രൊഡക്റ്റുകളെ റൈറ്റ് ടൈമിൽ എന്ത് ചെയ്യണം? റൈറ്റ് പ്ലേസിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? എത്തിക്കേണ്ടതുണ്ട്. സോ അവൈലബിലിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് അനദർ ഫാക്ടർ. ഇൻ ദ റൂറൽ ഏരിയ ദ പ്രൊഡക്റ്റ് ഷുഡ് ബി റീച്ചസ് അറ്റ് ദി റൈറ്റ് ടൈം അറ്റ് ദി റൈറ്റ് പ്ലേസ്. ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് എന്ത് ചെയ്തിരിക്കണം? ഉൽപ്പന്നത്തെ എത്തിച്ചു ചേർക്കുവാൻ സാധിച്ചിരിക്കണം. സോ മാർക്കറ്റിൽ എത്താൻ, റൂറൽ മാർക്കറ്റിലേക്ക് റീച്ച് ചെയ്യുന്നതിൽ ലാഗ് ആയാൽ അതെന്ത് ചെയ്യുന്നു? ആ പ്രൊഡക്റ്റിനെ തന്നെ എന്ത് ചെയ്യും? അത് ബാധിക്കും. ദെൻ തേർഡ് വൺ, അവെയർനെസ്. ദ മെയിൻ വേ ഓഫ് റീച്ചിങ് കസ്റ്റമർ ഈസ് ത്രൂ ദ കൊമേഴ്ഷ്യൽ ഓൺ മീഡിയ ലൈക്ക് ടെലിവിഷൻ, റേഡിയോ ആൻഡ് ഔട്ട്ഡോർ അഡ്വർടൈസിങ്. പ്രധാനമായിട്ടും റൂറൽ ഏരിയയിലെ കസ്റ്റമറിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ മാർഗങ്ങളിലൂടെയാണ്, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വാണിജ്യ മാർഗങ്ങളിലൂടെയാണ്. ടെലിവിഷൻസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന TV കൊമേഴ്ഷ്യൽസ്, പരസ്യങ്ങളിലൂടെ, റേഡിയോയിലുള്ള പരസ്യങ്ങളിലൂടെ, വലിയ വലിയ ഹോർഡിങ്സ്, വലിയ വലിയ ബോർഡുകളിലൂടെ, ഔട്ട്ഡോർ അഡ്വർടൈസിങ്ങിലൂടെയൊക്കെയാണ്. ലാക്ക് ഓഫ് മീഡിയ സോഴ്സ് ഈസ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ പലപ്പോഴും മീഡിയ സോഴ്സ് കുറവാണ്. കേബിൾ TV, ഇൻ്റർനെറ്റ് കണക്ഷൻ, ഇതിലൊക്കെ പോരായ്മകൾ ഉണ്ടാവും. അത് ബാധിക്കുമെന്നുള്ളതാണ്. കൊക്കക്കോള യൂസസ് എ കോമ്പിനേഷൻ ഓഫ് TV, cinema and radio to reach 53.6% of rural households. കൊക്കക്കോള ഉപയോഗിക്കുന്ന എന്താണ്? TV, അതുപോലെ സിനിമ, അതുപോലെ റേഡിയോ, ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ മീഡിയകളാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ റൂറൽ കസ്റ്റമേഴ്സിനെ 53.6% റൂറൽ ഹൗസ് ഹോൾഡിനെ എന്ത് ചെയ്യുന്നു? ലേക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റിനെ റീച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇറ്റ് ഡബിൾഡ് ഇറ്റ് സ്പെൻഡ് ഓൺ അഡ്വർടൈസിങ് ഓൺ ദൂരദർശൻ which alone reached 41% of the rural households. കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഗ്രാമീണ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കേബിൾ TV കണക്ഷനൊക്കെ കുറവായിരിക്കുന്ന ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ദൂരദർശൻ എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത്തരത്തിലുള്ള ദൂരദർശനിലൂടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? കൊക്കക്കോള അവരുടെ റൂറൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അതാണ് അവെയർനെസ് എന്നുള്ളത്. അവെയർനെസ്സിന് എക്സാമ്പിളാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? ഗ്രാമീണ മേഖലയിലെ മതിലുകളിലെ ചുമരുകളിലൊക്കെ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റിൻ്റെ പരസ്യങ്ങൾ എന്ത് ചെയ്യുക? ഔട്ട്ഡോർ അഡ്വർടൈസിങ്ങിലൂടെ ചെയ്യുക എന്നുള്ളത്. ദെൻ ആക്സെപ്റ്റബിലിറ്റി ആണ് അടുത്തത്. ദ കസ്റ്റമർ ഷുഡ് ഫീൽ ദാറ്റ് പ്രൊഡക്റ്റ് ഈസ് ഡിസൈൻഡ് ആസ് പെർ ദെയർ നീഡ്സ്. റൂറൽ മാർക്കറ്റിങ്ങിലുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഇത് ആക്സെപ്റ്റബിലിറ്റി എന്നുള്ളത്. എന്താ പറയുന്നത്? കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് പ്രൊഡക്റ്റിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് കസ്റ്റമർക്ക് ഒരു ഫീല് വരണം, കസ്റ്റമർക്ക് തോന്നണം. അതാണ് ആക്സെപ്റ്റബിലിറ്റി എന്നുള്ളത്. ദ കസ്റ്റമർ ഷുഡ് ഫീൽ ദ പ്രൊഡക്റ്റ് ഫെമിലിയർ ആൻഡ് ദർ ഷുഡ് നോട്ട് ബി എനി ഹെസിറ്റേഷൻ ടു ഗോ ഫോർ ഇറ്റ്. കസ്റ്റമർക്ക് എന്ത് ചെയ്യണം? ആ പ്രൊഡക്റ്റ് പരിചിതമായിരിക്കണം. അത് വാങ്ങുന്നതിൽ അയാൾക്കൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. LG Electronics in 1998
developed a customized TV for rural market and named Sampurna, which was a great success due to the sale of 1 lakh sets in the very first year. ഗ്രാമീണ റൂറൽ മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് LG എന്ന് പറയുന്ന കമ്പനി 1998 സമ്പൂർണ്ണ എന്നൊരു പേരിൽ എന്ത് ചെയ്തു, ഒരു പേരിൽ എന്ത് ചെയ്തു, TV റൂറൽ മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇറക്കുകയുണ്ടായി. അത് വലിയ രീതിയിൽ എന്ത് ചെയ്യൂ, അത് വിജയിച്ചു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ വളരെ ചീപ്പ് റേറ്റിൽ എന്ത് ചെയ്യുന്നു, നല്ല ടെലിവിഷൻ സെറ്റുകൾ എന്ത് ചെയ്തു, റൂറൽ മാർക്കറ്റിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സോ പ്രോഡക്റ്റ് ആക്സെപ്റ്റബിൾ ആയിരിക്കണം, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് എന്ന് കസ്റ്റമർക്ക് ഒരു ഫീൽ വരണം. സോ എന്നാൽ മാത്രമേ റൂറൽ മാർക്കറ്റിങ്ങിൽ അത് സക്സസ്ഫുൾ ആവുകയുള്ളൂ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ മാർക്കറ്റിംഗ്. റൂറൽ മാർക്കറ്റിങ്ങും അർബൻ മാർക്കറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ട് പറയുന്നത് പ്രൊഡക്റ്റ് അർബൻ ഏരിയയിൽ ലാർജ് പാക്കേജിങ് മോർ എംഫസൈസസ് ഓൺ ക്വാളിറ്റിയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അർബൻ ഏരിയയിൽ പ്രൊഡക്റ്റിന് എന്ത് ചെയ്തിരിക്കണം, പ്രീമിയം പാക്കേജിങ് ആവശ്യമായിട്ട് വരും. അതുപോലെ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാത്രമേ അർബൻ ഏരിയയിൽ വിറ്റഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. There are so many high class people or high income people in the urban area, but in the case of rural area there are low income people. അവിടെ ഉള്ളത് ലോ ഇൻകം പീപ്പിൾ ആണ് റൂറൽ ഏരിയയിൽ. സോ എന്ത് ചെയ്യണം, അവർക്ക് കോർ ബെനിഫിറ്റിനാണ് പ്രാധാന്യം. they are not consider the packaging, they are not considering the labeling. അവരെന്ത് ചെയ്യുന്നില്ല, പാക്കേജിങ്ങിനും ലേബലിങ്ങിനും ഒന്നും എന്ത് ചെയ്യുന്നില്ല, കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. പകരം ദേ ആർ എംഫസൈസസ് ഓൺ ദി കോർ ബെനിഫിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൽ നിന്നും എന്താണ് ബെനിഫിറ്റ് കിട്ടേണ്ടത് അതിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇൻ അർബൻ ഏരിയ ദർ ഈസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. എന്ത് ചെയ്യുന്നു, അർബൻ ഏരിയയിൽ ഡയറക്റ്റും അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, വിതരണ ശൃംഖലയുണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് റൂറൽ ഏരിയ ഇൻഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. റൂറൽ ഏരിയയിൽ എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനലാണുള്ളത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് പ്രൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻ ദി അർബൻ ഏരിയ ദ പ്രൊഡക്റ്റ് പ്രൈസ് ഈസ് വെരി ഹൈ. ഒരു പക്ഷേ എന്ത് ചെയ്യും, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. ബട്ട് ഇൻ ദി കേസ് ഓഫ് റൂറൽ ഏരിയ ദ പ്രൊഡക്റ്റ് പ്രൈസ് ഈസ് വെരി ലോ. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വളരെ കുറവായിരിക്കും. ആൻഡ് ദെൻ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇൻ ദി അർബൻ ഏരിയ മോർ എംഫസൈസ് ഓൺ മീഡിയാസിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് അർബൻ ഏരിയയിൽ. ബട്ട് ഇൻ ദി കേസ് ഓഫ് റൂറൽ ഏരിയയിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഇവൻറ്റ്സ് ഓർഗനൈസ് ചെയ്തുകൊണ്ട് അതുപോലെ ഒപ്പീനിയൻ ലീഡർ ഇങ്ങനെയുള്ള രീതികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റൂറൽ ഏരിയയിൽ എന്ത് ചെയ്യുന്നത്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തുന്നത്. സോ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇനീഷ്യേറ്റീവ്സ് ടേക്കൺ ഫോർ റൂറൽ മാർക്കറ്റിംഗ്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന കമ്പനി റൂറൽ മാർക്കറ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഇനീഷ്യേറ്റീവ്, അവരെടുത്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്താണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പേരാണ് ശക്തി എന്നറിയപ്പെടുന്നത്. സ്ട്രെങ്തനിങ് ഹേർട്ട് ആറ്റിറ്റ്യൂഡ് നോളജ് ആൻഡ് ടാലൻറ്റ് ആൻഡ് ഇമേജ് എന്നുള്ളതാണ് അതിൻ്റെ മുഴുവൻ പേര്. ഇറ്റ് ഈസ് ആൻ ആംബീഷ്യസ് വെഞ്ചർ ബൈ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടു സ്പെർ ഗ്രോത്ത് ആൻഡ് പെനട്രേഷൻ ഓഫ് ഇറ്റ്സ് പ്രൊഡക്ട്സ് ഇൻ റൂറൽ ഇന്ത്യ. റൂറൽ ഇന്ത്യയിൽ, ഗ്രാമീണ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു ആംബീഷ്യസ് വെഞ്ചറാണ് ഇത്. ദർ ആർ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇനീഷ്യേറ്റീവ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റീവ്, ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മൈക്രോ എൻ്റർപ്രൈസ് ഇനീഷ്യേറ്റീവ്, അതായത് ക്രിയേറ്റിംഗ് ലിവ്ലിഹുഡ്, ആളുകൾക്ക് ഒരു തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. സോഷ്യൽ ഇനീഷ്യേറ്റീവ്, ഇംപ്രൂവ് സ്റ്റാൻഡേർഡ് ലിവിങ് ഓഫ് റൂറൽ ഇന്ത്യയിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്. ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഓരോ ഇനീഷ്യേറ്റീവാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ശക്തി എന്നറിയപ്പെടുന്ന ഈ ഒരു വെഞ്ചറിലൂടെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇതാണ്: ടു എക്സ്റ്റെൻഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടു റീച്ച് ടു ദി അൺടാപ്ഡ് മാർക്കറ്റ്. ഇതുവരെ ആളുകൾ ചെന്നെത്താത്ത മാർക്കറ്റിലേക്ക് എത്തിച്ചേരുകയും അവിടെ ബ്രാൻഡിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ 100 മില്യൺ കൺസ്യൂമേഴ്സിലേക്ക് എത്തിച്ചേരുക എന്നുള്ള 2006 കൂടി, അതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം.
സോഷ്യൽ ഒബ്ജക്റ്റീവ് പറയുമ്പോൾ ടു പ്രൊവൈഡ് സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അൺപ്രിവിലേജ്ഡ് റൂറൽ വുമൺ. ഗ്രാമീണ മേഖലയിലുള്ള അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ജീവിത മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ ടു സ്കെയിൽ അപ്പ് ദ നമ്പർ ഓഫ് ശക്തി എൻ്റർപ്രണേഴ്സ് ഫ്രം 12,000 to 25,000. 12,000 നിന്നും 25,000 വരെ എന്ത് ചെയ്യുക, ശക്തി എൻ്റർപ്രണേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം. ശക്തി അമ്മ, ശക്തി വാണി, ഐ ശക്തി എന്നിങ്ങനെ ഓരോ പദ്ധതികളുണ്ട്. പ്രൊജക്ട് ശക്തിയിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ വരുന്നത് HLL മാനുഫാക്ചറർ ശക്തി എൻ്റർപ്രണറിൽ നിന്നും എന്ത് ചെയ്യുന്നു, നേരിട്ട് കൺസ്യൂമറിലേക്ക് എന്ത് ചെയ്യുന്നു, റീറ്റെയിലറുടെ സഹായമില്ലാതെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ചാനലാണ്, കൺസ്യൂമർ മാർക്കറ്റിംഗ് ചാനലാണിത് പ്രൊജക്ട് ശക്തി എന്നുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.